നമ്മുടെ ഈ പഴമൊത്തത്തിൻ്റെ കാര്യം പറഞ്ഞാണേ തുടങ്ങിയത്. അപ്പം നമ്മൾ പതുക്കെ ഇതാ പാർട്ട് 2ലേക്ക് വന്നിട്ടുണ്ടായിരുന്നേ. ഇത് എന്തിനെക്കുറിച്ച് പറയണമെന്ന് നിങ്ങൾക്ക് പാർട്ട് 1 കണ്ടവർക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഓരോ കാഴ്ചകളും വ്യത്യസ്തതയും അതിലൂടെ പല ചരിത്രങ്ങളും സംസാരിക്കുന്ന ഓരോ രേഖകളും നമുക്ക് കാണാൻ പറ്റും. ഇത് പ്രവേശനമില്ലാത്ത സ്ഥലമായതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഓരോ കാഴ്ചകളും വ്യത്യസ്തത ആയതുകൊണ്ട് ഈ യാത്ര ഞങ്ങൾക്ക് ഒരു മടുപ്പായിട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. ഒത്തിരി റൂമുകൾ ഞങ്ങളുടെ ഇതിൽ കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒന്നിലും പ്രവേശിക്കാൻ പറ്റത്തില്ല. അവരത് സീൽ ചെയ്ത് നല്ല പൂട്ടിയിട്ടാണ് വച്ചിട്ടുണ്ടായിരുന്നത്. ഓരോ കാഴ്ചകളും വ്യത്യസ്തമെന്ന് പറഞ്ഞില്ലേ, ഇത് വിളക്ക് കത്തിക്കുന്ന കാഴ്ചകളാണ് കേട്ടോ. അതിന് തന്നെ ഒരു കൈപ്പണിയായിട്ടുള്ള ചില കാര്യങ്ങൾ അതിൽ തന്നെ ചെയ്തു വെച്ചിട്ടുണ്ട്. നമ്മൾ പിന്നെയും ഒരു വലിയൊരു ഹാളിലോട്ട് എൻട്രി ആവുന്നു കേട്ടോ. കുറച്ച് ഇരുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഉൾ റൂമുകളൊക്കെ നമ്മൾ പ്രവേശിക്കുമ്പോൾ അങ്ങനെ തന്നെയാണ്. എന്നാലും വെളിച്ചവും പ്രകൃതി ഭംഗിയായിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മുടെ ഇതിലൂടെ കടന്നു കഴിയുമ്പോൾ കാണാൻ പറ്റും കേട്ടോ. ഇതാണ് കല്ല് വെച്ച് നിർമ്മിച്ച വിളക്ക് കത്തിക്കാൻ വേണ്ടി ഉപയോഗിച്ച കല്ലത്രേ. അതിലും നല്ലൊരു പണി തന്നെയാണ് ചെയ്തിട്ടുള്ളത്. നമ്മുടെ ഈ കോവണി കഴിഞ്ഞ് നമ്മുടെ മുകളിലോട്ട് പോവുകയാണ്, അടുത്ത കാഴ്ചയിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. നമ്മുടെ കോവേണിയിൽ കൂടെ കയറി അടുത്ത കാഴ്ച കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഈ കാഴ്ചകൾ എന്തായിരിക്കും എങ്ങനെയായിരിക്കുമുള്ള ക്യൂരിയോസിറ്റിയിൽ തന്നെയാണ് ഞാനും മുന്നോട്ട് പോയത്. അപ്പോൾ കാണാൻ കഴിയുന്നത് അതിമനോഹരമായ സ്ഥലങ്ങൾ തന്നെയാണ് കേട്ടോ. കുറച്ച് ഭാഗം ഇരുട്ടുള്ളതാണെങ്കിലും നമ്മുടെ അതിലൂടെ കടന്ന് വെളിച്ചത്തിലോട്ട് വരികയാണ് കേട്ടോ. ഇതിൽ ഓരോ ഭാഗങ്ങളിലും ഓരോ കഥകളുമുണ്ട്, ഓരോ കാര്യങ്ങളുമുണ്ട്, ഓരോ ഭംഗികളുമുണ്ട്. പലതും വ്യത്യസ്തമാണ്, പക്ഷേ കാണാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആണ് കേട്ടോ. ഇതുവഴിയേ നോക്കാനും കാണാനും നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതുവഴിയാണ് നമ്മുടെ നാല് ചുറ്റും മുറ്റമെന്ന് പറയില്ലേ, നാല് പുറം മുറ്റം, അതൊക്കെയാണ് ഞങ്ങൾക്ക് ഇതുവഴിയെ കാണാൻ സാധിച്ചിട്ടുള്ളത്. അതിമനോഹരമായ കാഴ്ച തന്നെയാണ് കേട്ടോ. ഇതുവഴിയെ നമുക്ക് പുറം കാണാൻ പറ്റും. അകം നോക്കിയാൽ കുറച്ച് ഇരുട്ടും കാര്യങ്ങളുള്ള ഭാഗമാണെങ്കിൽ കൂടി അതിലും കാണാനുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ ഈ ഇടുങ്ങിയ വഴിയിലൂടെ പോകുന്നത് ഒരു വിശാല വഴിയിലാണ്. അതും നമുക്ക് കാണാൻ കഴിഞ്ഞത് പുറം ഭാഗത്ത് നോക്കാനും പറ്റും, അഹംഭാഗം നമുക്ക് വാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട്, സ്പേസ് ആയിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അത് കഴിഞ്ഞിട്ട് ഓരോ സ്ഥലത്ത് പോകുമ്പോഴും ആരാമാർക്കുണ്ട്. കാരണം തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ആരാമാർക്ക് വരെ വെച്ചിട്ടുണ്ട്. കാരണം അത്ര വലിയ കൊട്ടാരമാണ്. എവിടെ പോയിരുന്നാലും തെറ്റിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഇങ്ങനെ ആരോ മാർക്കൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതാണ് പണ്ട് കാലങ്ങളിൽ രാജാക്കന്മാർ ഉപയോഗിച്ച മേശയത്രേ. അപ്പോൾ ഓരോ കാര്യങ്ങളും നമ്മളിതിങ്ങനെ കണ്ട് പോവുകയാണ് കേട്ടോ. ഹാളിൻ്റെ ഭംഗി, അതുപോലെ തന്നെ ഉൾഭാഗം, അതിലൂടെ തന്നെ നമുക്ക് പുറം ഭാഗം കാണാൻ പറ്റും. അടുത്ത ഭാഗത്തിലോട്ട് നമ്മൾ പ്രവേശിക്കാൻ പോവുകയാണ്. അടുത്ത് നമ്മൾ പ്രവേശിക്കാൻ പോകുന്ന അടിപൊളിയായിട്ടുള്ള കൊത്തുപണികൾ കാണാൻ വേണ്ടിയിട്ടാണ്. നമ്മുടെ ഇന്നത്തെ കാലത്തിൽ സീലിംഗ് എന്ന് പറയും, അതിൽ തന്നെ മനോഹരമായ കൊത്തുപണികളുണ്ട്. ഇത് കട്ടിലാണ്. കട്ടിൽ നോക്കിയാലും മനോഹരമായ രീതിയിൽ തന്നെ കൊത്തുപണികൾ ചെയ്തു വെച്ചിട്ടുണ്ട് കേട്ടോ. അതൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ താഴോട്ട് ഇറങ്ങുകയാണ്. അതിലും ആരോ മാർക്ക് വെച്ചിട്ടുണ്ട് എങ്ങോട്ടാണ് പോവേണ്ടതെന്ന്. കാരണം നമ്മൾ ചുറ്റി വഴി തെറ്റി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് അവരത് നല്ല കറക്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചില സ്ഥലങ്ങളിൽ നോക്കുകയാണെങ്കിൽ നോ എൻട്രി സ്ഥലങ്ങളുമുണ്ട്. അവിടെ നമുക്ക് പ്രവേശിക്കാൻ പറ്റത്തില്ല. അല്ലാണ്ട് നമുക്ക് കാണാൻ പറ്റുന്ന ചില കാഴ്ചകളുമുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത ഭാഗത്തിലോട്ട് പോവുകയാണ്. ഇതേപോലത്തെ ഭാഗം തന്നെയാണ് നമ്മൾ കയറി വന്ന അതേ ഭാഗം തന്നെയാണ്. അതേപോലത്തെ മോഡലാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഇതാണ് നമ്മുടെ തൂക്കുകട്ടിൽ, പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന തൂക്കുകട്ടിൽ. അതിൽ നോ ടച്ചിങ് അതൊക്കെ എഴുതിയിട്ടുണ്ട്, നമുക്ക് തൊടാൻ പാടില്ല എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ വ്യത്യസ്തതയായിട്ട് തോന്നിയത് ആ റൂമിൻ്റെ വാളിലെല്ലാം പണ്ടത്തെ രാജാക്കന്മാരുടെയും അവിടെ ഹിസ്റ്ററി പറയുന്ന ഫോട്ടോസും ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മൾ ഓരോന്നും ഇങ്ങനെ നോക്കി മനസ്സിലാക്കി ഇങ്ങനെ പോവാൻ നമുക്ക് സാധിക്കും കേട്ടോ. അപ്പം റൂൾ ചെയ്ത രാജാക്കന്മാരും അവർ ചെയ്തിട്ടുള്ള ചില ചിത്രപ്പണികളും എല്ലാം ഇതിൽ പെയിൻറ്റ് ചെയ്ത് ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. 2 ആട്ടുകട്ടിലാണ് നമ്മൾ കണ്ടത്. ഓപ്പോസിറ്റ് സൈഡ് ഉണ്ടായിരുന്നു, നമ്മുടെ ഇങ്ങനെ ഇറങ്ങി വരുന്ന സൈഡിലും ഉണ്ടായിരുന്നു. അതിൻ്റെ 2 സൈഡും വാതിലും ഉണ്ടായിരുന്നു കേട്ടോ. അടുത്ത ഏരിയയിലോട്ടാണ് പോകുന്നത്. സെയിം നമ്മൾ നടന്നു വരുന്ന വഴികളുടെ പോലെയാണ്. ഇതാണ് രാജാക്കന്മാർ ഉപയോഗിച്ചിരുന്ന കാട്ടിലത്രേ. അപ്പോൾ അതിൽ നല്ല മനോഹരമായ ചിത്രപ്പണികളും അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങളും തന്നെയാണ് ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അടുത്ത ഭാഗത്തോട്ട് നമ്മൾ പോവുകയാണ്. വഴിയൊക്കെ കാണുമ്പോൾ നല്ലൊരു ഭംഗിയുണ്ട്. ആ പ്രകൃതിനെയും ചുറ്റുമുള്ള കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ. അടുത്ത ഭാഗത്തിലോട്ട് ഞങ്ങൾ പോവുകയാണ്. ഇതാണ് അടുത്തൊരു വലിയൊരു ഹാളുണ്ട് കേട്ടോ.
അതിൽ രാജാക്കന്മാർ ഉപയോഗിച്ച സ്റ്റൂൾസ്, അതുപോലെ തന്നെ മേശ, അതൊക്കെ അത്യാവശ്യം ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇനി അടുത്ത ഭാഗത്തിലോട്ട് പോവാം. ഇതിൽ ഡോൺ സിറ്റിംഗ് എന്നാണ് എഴുതിയിട്ടുള്ളത്, നമുക്ക് ഇരിക്കാൻ പാടില്ല. എന്നാലും നമ്മുടെ ഇതിങ്ങനെ കണ്ട് പോവുക, അത്രയേ ഉള്ളൂ. ഇതുവഴി നോക്കാമെങ്കിൽ വലിയൊരു ഹാള് കാണും. പണ്ടത്തെ കാലത്തിലെ നൃത്തങ്ങൾ നടന്നിരുന്ന ഒരു ഹാളാണ്. നൃത്തം, കല, അതൊക്കെ നടന്നിട്ടിരുന്ന ഒരു വലിയൊരു ഹാളാണ്. അതിലോട്ട് നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. വേറൊരു സ്ഥലമുണ്ട്, അവിടെ പ്രവേശിക്കാം. ഇതുവഴി ജസ്റ്റ് നമുക്ക് നോക്കാൻ മാത്രമേ അലോട്ടിങ് ഉള്ളൂ. അത് നമ്മളിങ്ങനെ നോക്കിയിട്ട്, അത് ഞാൻ ക്യാമറ വെച്ച് ഇത് പിടിച്ചെടുത്തതാണ് കേട്ടോ. അതുവഴി നോക്കിയിട്ട് നമ്മളിങ്ങനെ നടന്നു പോവുകയാണ്. ഒത്തിരി പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. ചരിത്രം ഏകദേശം മുങ്ങി നിൽക്കുന്നത് കൊണ്ട് തന്നെ ഇനി ഈ കലകളൊക്കെ കണ്ടുവരാൻ നമ്മുടെ ഇനി അപ്കമ്മിങ് ജനറേഷന് പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് ഒത്തിരി പേര് നല്ല ഫോട്ടോസൊക്കെ കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട്. നമ്മുടെ അടുത്ത ഭാഗത്തിലോട്ട് കിടക്കുകയാണ് കേട്ടോ. നമ്മൾ പോകുന്നതെല്ലാം സെയിം വഴിയായിട്ട് തോന്നും. ഞങ്ങൾ പോകുന്നതെല്ലാം സെയിം വഴിയല്ല, വേറെ വഴിയാണ്. കാരണം ഏകദേശം ഒരേ മോഡൽസിലുള്ളത് കൊണ്ട് ഈ വഴികളൊക്കെ കാണുമ്പം എഗെയിൻ നമ്മുടെ വന്ന വഴി എന്നതുപോലെ തോന്നും. അല്ല, വേറെ വഴികളാണ് കേട്ടോ. നമ്മുടെ അടുത്ത ഭാഗത്തോട്ട് പോകുന്ന വഴികളാണ്. അടുത്ത റൂമിലോട്ട് പോവുകയാണ്. ഇതും നല്ല ഇരുളടഞ്ഞ ഒരു റൂമാണ്. ജസ്റ്റ് നമ്മൾ കണ്ടിട്ട് അങ്ങനെ പോവുക. അതിലോട്ട് പോകുമ്പോൾ നമുക്ക് ഇതുപോലെ വെളിഭാഗമാണ് വരുന്നത് കേട്ടോ. ഏകദേശം നമ്മുടെ ആദ്യം കണ്ടത് തൊട്ട് ഇതുപോലെ തന്നെ മോഡൽസ് വരുന്നത്. പക്ഷേ നമ്മൾ പോകുന്നത് വേറെ വഴിയാണ്. അടുത്തടുത്ത ഭാഗങ്ങളിലോട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. അത് സ്റ്റെപ്പ് കയറി നമ്മൾ അടുത്ത നെല്ലിലോട്ട് പോവാം. പക്ഷേ അതിലോട്ട് ക്രോസ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമുക്ക് പോകാൻ പറ്റാത്ത രീതിയിൽ അവിടെ അലോട്ടില്ല. എന്നിരുന്നാലും നമ്മൾ അടുത്ത ഭാഗത്തോട്ട്, വലിയ ഹോളും കാര്യങ്ങളും. ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ഹാളാണ്. പുറമേ നോക്കുമ്പം നല്ല മനോഹരമായ കാഴ്ച, വെളിഭാഗമൊക്കെ കാണാൻ പറ്റും. ഇതാണ് അതിൻ്റെ കാഴ്ച. മനോഹരമായ കാഴ്ച തന്നെയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ നമ്മുടെ ഈ കാഴ്ചകളൊക്കെ കണ്ടിട്ടാണ് അടുത്ത ഭാഗത്തോട്ട് ഇനി പോകാനുള്ളത്. ഓക്കെ, ഇനി നമ്മൾ കണ്ടോ, ഇതിൻ്റെ നല്ല വെളിച്ചമാണ്, ജനാല വഴി നല്ല വെളിച്ചമാണ് വരുന്നത്. ഇതാ നമ്മുടെ ഈ രണ്ട് ഭാഗം, ഇപ്പുറത്തെ സൈഡ് റോഡാണ് കേട്ടോ. ഇന്നത്തെ കാലത്ത് അത് റോഡായി, പണ്ട് കാലത്ത് എങ്ങനെയാണെന്ന് എനിക്കറിയില്ലല്ലോ. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സ്റ്റെയർകേസ് ഇറങ്ങി താഴോട്ട് പോകണം. അതും നമുക്ക് അലോട്ടില്ല കേട്ടോ. അവിടെ എന്താണെന്ന് അറിയില്ല, അങ്ങോട്ട് പോകാൻ അലോട്ടില്ല. ഇതെല്ലാം നല്ല ചിത്രപ്പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ ഫോട്ടോസെല്ലാം ഹാങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇതുവഴി നോക്കാമെങ്കിലും നമ്മുടെ സെയിം ഇത് റോഡാണ് കേട്ടോ. ഇപ്പോഴത്തെ കാലത്ത് റോഡായിട്ടുണ്ട്, പണ്ട് കാലത്ത് എന്താണെന്ന് അറിയില്ല. നല്ല വലിയൊരു ഹോളാണ് കേട്ടോ. അത്യാവശ്യം നല്ല നീളമുള്ള ഹോളാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. ഇനി നമ്മുടെ അടുത്ത ഭാഗത്തിലോട്ട് പോവുകയാണ്. അത്യാവശ്യം നന്നായിട്ട് നടക്കേണ്ട ദൂരമുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞല്ലോ, ഒരു 2-2.5-3 മണിക്കൂർ കണ്ട് നിൽക്കേണ്ട കാര്യങ്ങൾ തന്നെ ഈ കൊട്ടാരത്തിന് ഉള്ളിൽ അത്യാവശ്യമുണ്ട് കേട്ടോ. ഓരോ ഭാഗങ്ങളിലും എക്സ്പ്ലനേഷൻ ചെയ്യാൻ അവിടെ ആളുകളുണ്ട്, നമുക്ക് പറഞ്ഞു തരും. ഡൗട്ട്സ് ഉണ്ടെങ്കിൽ എന്താണെന്നും ഏതാണെന്നും പറഞ്ഞു തരും. പോരാഞ്ഞിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. അടുത്തൊരു ഭാഗമായിട്ട്, അടുത്ത ആർട്ട് ആൻഡ് കലയായിട്ട് നമുക്ക് വീണ്ടും